ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കൂട്ടുകാരെ, നമ്മളിത് ഇന്ന് വലയിടാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. എന്തായാലും നമുക്ക് വലയിട്ട് നോക്കാം. അപ്പം നമ്മൾ വലയിടുന്ന സ്ഥലം കാണിച്ചു തരാതെ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഒരു കരകക്കാടാണ്. കാണിച്ചു തരാതെ കണ്ടോ, ഇതെല്ലാം കാടാണ്. ഇതിനകത്ത് ചെറിയ കൈത്തോടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ വലയിടുന്നത്. കണ്ടോ, മഴ ചാറുന്നുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോ ഒക്കെ എടുക്കാം. നമുക്ക് നയ്യേ തുടങ്ങാം പരിപാടി. കൂട്ടുകാർ, നമ്മളിത് തുടങ്ങുവാണേ. വരെ നമ്മൾ വലയൊക്കെ ഇട്ട് തീർന്നു. അപ്പം എന്ത് ചെയ്യും, നമ്മൾ വല ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അവിടെ നമ്മുടെ ഒരു പൊങ്ങിന് ചെറിയൊരു അനക്കമുണ്ട്. ആമയാണോ മീനാണോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. മീനാണെങ്കിൽ ചിലപ്പം ആമ അടിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ അനക്കില്ല തോന്നല്ലേ? ഇല്ലുണ്ട്, അങ്ങനെയുണ്ടെന്ന് തോന്നുന്നു. ആ പൊങ്ങായിരുന്നു. അതുകൊണ്ട് അത് അനങ്ങുന്നുണ്ട്. ഉണ്ടോ? അത് കണ്ടോ? അത് അനങ്ങുന്നുണ്ട്. ഇതുണ്ടോ? ഇതുണ്ടോ? അത് ആമയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ അനക്കം. ഇത് അനങ്ങുന്നുണ്ട്. ഇതുണ്ടോ? ആ പൊങ്ങ് കിടന്ന് അനങ്ങുന്നുണ്ടോ? കണ്ടോ? അത് ആമയാകാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. മഴയും ചേർന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. കണ്ടോ, പൊങ്ങനങ്ങളുണ്ടോ? ആമ തന്നെ സത്ത. അല്ല, അത്ര അനക്കാണ് നോക്കിയിട്ട്. ഇനിയും പറയാൻ പറ്റത്തില്ല മീനാണോ ഇല്ലെന്ന്. ഇത് പൊക്കാ മതി. ഞാൻ തോന്നുന്നു വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ആമ വരുന്നുണ്ട്. അത് പോയി എന്നാണ്ട് എത്തുക. അതല്ലായിരുന്നു. അപ്പോൾ കൂട്ടുകാരൻ, നമ്മളിത് ഒന്ന് നോക്കാൻ പോവാണേ. വല ഇട്ടുകൊണ്ട് 2-3 മണിക്കൂർ ആയതേ ഉള്ളൂ. കാരണം എന്തെല്ലാം വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല, അല്ലേ ആമയെ ചേർക്കും. എന്നിട്ട് ഒന്ന് നോക്കിയിട്ട് നമുക്ക് പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ഇപ്പം ചെറിയ മഴച്ചാറ്റുണ്ട്. ഒന്ന് ഞാനോടത്ത് മീനായിരിക്കും. കാര്യമുണ്ട്, കാരി. അതുണ്ടേ,
കായൽ നല്ല കിടുക്കൻ കായൽ. ഈ മഴ പെയ്യുന്ന കാരണേ നമുക്ക് കറക്റ്റായിട്ടൊന്ന് വീഡിയോ പിടിക്കാനായിട്ട് ഇല്ലാത്ത കൊണ്ടാ. എടുക്കടിയത് ആ ചാക്കുണ്ട് കാണിച്ച്. ഇത് കണ്ടോ ജീവനുള്ളേ, നമ്മൾ വല ഇട്ട ഉടനെ കിട്ടിയ സാധനം. ചാക്കെടുക്കാതെ മഴയായത് കാരണേ മൊബൈല് ആയത് കാരണം ഇത് നാമ കിടക്കുന്നുണ്ടോ ഉണ്ടോ. ഇപ്പോഴൊരു വരാൽ കാണണം. ഇവിടെ എന്തോ പറഞ്ഞാൽ അടിക്കുന്നുണ്ടായിരുന്നേ. നോക്കടി അങ്ങോട്ടായിരിക്കും. ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പയ്യ അങ്ങോട്ട് കൊണ്ടുവരട്ടെ. ഇവിടെ അല്ലേ എടുത്തു. ഇത് എടാ കണ്ടോ ഇതൊരു അങ്ങോട്ടായിരിക്കും. പോയത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോട്ടെ. കാര്യമാണോ ഇത്? കാര്യമാണോ കുഴപ്പം. ഇത് അടുത്ത കാര്യം എന്താ അതെടുത്ത് നമ്മളടുത്ത് വരാലായിരിക്കും. മഴ പെയ്യുന്ന കാരണേ നമ്മൾ വേണ്ട. കരുതാൻ വന്നിട്ടുണ്ട്. സൂം ചെയ്ത് കാണാം നമ്മുടെ വലുതാണ്ട് എന്താ കണ്ട സൗണ്ട് കേൾക്കുന്നുണ്ടോ? നമുക്ക് കിട്ടിയ ആരി ഇപ്പം കിട്ടിയത് മുട്ടക്കാരിയാ കണ്ട. കല്ലടമുട്ടി അതോ വരാലോ. കല്ലടമുട്ടി എന്നാ സൈസാന്ന് നോക്കി എന്താ. വലയെ നൂരാൻ ഏറ്റവും പാടുള്ള മീനായത് കല്ലടമുട്ടി. വേറൊന്നുമല്ല, ജീവനുള്ളതുകൊണ്ടാണ് കേട്ടോ. ചത്താൽ പിന്നെ കുഴപ്പമില്ല. ഇത് ജീവനുള്ള സാധനമാണ്. ഇതുണ്ടോ എൻ്റെ എല്ലായിടത്തും എവിടെ തൊട്ടാലും മുള്ള. അത് കാരണം നമുക്ക് ഇത് ചെകളെ വരെ മുള്ള.
ഏ നല്ല സൈസൊന്നും ഇത് നമുക്ക് വല ഇട്ടപ്പം തന്നെ കിട്ടുകയാണ് നേരം രണ്ട് കൊമ്പ് കയറ്റിയിട്ടിരിക്കുക ഇത് കല്ലട മുട്ടി ഇതും കടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണേ. ഒന്നുമില്ല, ഇത് കണ്ട കടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട കല്ലട സൈസാണ്. ഇത്ര സാധനമാണ് നമുക്ക് വല ഇട്ട് വന്ന് കിട്ടും. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് നോക്കണം, എല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാരെ, നമ്മളൊരു 10 മണി ആയപ്പോഴത്തേക്കിന് പോയി നോക്കിയായിരുന്നേ. അപ്പം കിട്ടിയ മീനാണ്, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം വേറൊന്നുമല്ല, ഭയങ്കര മഴയും കാറ്റുമായിരുന്നു. ഇത്രയും മീൻ കിട്ടി. അതിനകത്ത് ഒരു കല്ലടമുട്ടിയാണ്, പക്ഷെ അത് ആമ കടിച്ച്. പിന്നെ നമുക്ക് ഒരു ചേറുമീൻ്റെ പിടപ്പ് കിട്ടി. കണ്ടോ, ഇത് രണ്ടും ചത്തുപോയി. ബാലൻസ് ഉള്ളതെല്ലാം ജീവനുള്ളതാണ്. കണ്ടോ, ഇതിനെ നമ്മളിപ്പം വെള്ളത്തിലോട്ട് മാറ്റുക. എന്നിട്ട് രാവിലെ നമ്മൾ വല വലിച്ചതിന് ശേഷം എല്ലാം കൂടെ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുക്കണം. മാർക്കറ്റിലോ കുമരകത്തോ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം. അപ്പം നമ്മളിതിനെ നേരെ വെള്ളത്തിലോട്ട് മാറ്റുവാണേ. കണ്ടോ, ഒന്നും ചത്തിട്ടില്ല. പിന്നെ എല്ലാത്തിൻ്റെയും കൊമ്പൊക്കെ ഒടിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, വലയിൽ നിന്ന് എടുക്കാൻ പാടായിരുന്നു, കാറ്റും അത് കാരണം. അപ്പം കൂട്ടുകാരെ, നമ്മളിട്ട വല വലിക്കാൻ പോവാണേ. അപ്പം നമ്മൾ ഇടയ്ക്ക് ചെന്ന് നോക്കിയായിരുന്നു. ഇടയ്ക്ക് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു 2-3 കിലോ കാര്യം നമുക്ക് കിട്ടിയായിരുന്നു, ജീവനുള്ള കാര്യം. ഇപ്പം നമ്മൾ നേരം വെളുത്ത് വരികയാണ്. അപ്പം നമ്മളിപ്പം പയ്യെ വല വലിക്കാൻ പോവാണ്. ആമയൊന്നും കടിക്കാതിരിക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ട്. പിന്നെ വൈകിട്ട് നല്ലപോലെ മഴയായിരുന്നേ. അപ്പോൾ എന്തേലും വീഴും, കാറി ചിലപ്പം വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആമ തകർത്ത് വീഴുന്നതാണ്. അതുപോലെ തന്നെ കഴുതയും വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വല കുറച്ച് ഭാഗം വടിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ ചവറിനകത്ത്. പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നു. മഴ മാത്രമല്ല, മഴയും പിന്നെ ഭയങ്കര കാറ്റ്. അപ്പം അതായത് നമുക്ക് വല വലിക്കാം, എല്ലാം കാണുമെന്നുള്ള പ്രതീക്ഷയിൽ. കാണും, ഉറപ്പാണ്, എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. അപ്പം നമുക്ക് പോയിട്ട് വരാം. കൂട്ടുകാരെ, നമ്മൾ പയ്യെ വലിക്കുകയാണ്. ഒരു കാരി കിടക്കുന്നുണ്ട്, ചത്തിട്ടില്ല. നീളമുണ്ടോ, അതിൻ്റെ നീളം കൊണ്ടോ കണ്ടോ, എടുക്കട്ടെ. ഇവിടെ വന്ന് പോയതിന് ശേഷം ഞങ്ങൾക്ക് ചെയ്യുന്നത്. ആ അടി കണ്ടോ, നീളം കണ്ടോ, ചായത്തിനകത്ത് കിട്ടെ. അടുത്തത് വരാലാണ്. വരാത്ത് ഭാഗ്യം, നമ്മുടെ ഭാഗ്യം വല എടുത്തപ്പോഴത്തേക്ക് തന്നെ വലയിൽ എടുത്തപ്പോഴത്തെ വരുമല്ലോ.
കണ്ടോ കണ്ടോ വരാലാണ് അല്ലേ കണ്ടായിരുന്നത് ഓഫായിരുന്നത് അടുത്ത് വരാതെ അടുത്ത് വരാതെ രണ്ട് വരാതെ എന്താ രണ്ട് ജീവനുള്ള വരണോ അടുത്തത് എവിടെയാണ് അടിച്ചത് നമ്മൾ വല കല്ലും തോന്നി തോന്നുന്നു അടുത്ത കാര്യം ഉണ്ടോ വല നോക്കിയപ്പോഴേ ഒരു വലയ്ക്കൊരു ഇങ്ങനെ ഒരു കൊമ്പില്ല ഇതുണ്ട് ഒരു കൊമ്പില്ല ഒരു കൊമ്പില്ല ഒറ്റ കൊമ്പേ ഉള്ളൂ മീനാണ് കണ്ടോ ഒരു വരാൻ ചത്തായിരുന്നു ഇത് ചത്ത വരാല ബാലൻസുള്ള ഉള്ളതെല്ലാം ജീവനുള്ളതാണ് 1 2 3 വരാൽ പിന്നെ 1 2 3 4 കാര്യം എന്നാലും ഒരു 2 2.5 കിലോയുടെ മീനുണ്ട് ഇതിൽ കൂടുതൽ മീൻ നമുക്ക് വൈകിട്ട് കിട്ടിയായിരുന്നു
വെളുപ്പിന് പറഞ്ഞാൽ നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ പോയി വലിച്ചപ്പോഴത്തേക്കിനെ അപ്പം നമുക്കിപ്പം ഇത് കൊണ്ടുപോകുന്ന നേരത്ത് കാണിക്കാം എല്ലാം അവിടെ നേരെ സ്ഥലം വെളുത്തതിന് ശേഷം നമ്മൾ കുമരകത്താണ് കൊണ്ടുപോകുന്നത് അപ്പം കാണിക്കാം. അപ്പം നമുക്കിവനെ നേരെ വെള്ളത്തിലോട്ടിടാം. ഇത് ഫ്രിഡ്ജിലോട്ടും കയറ്റി വെക്കാം. കൂട്ടുകാർ നമുക്കിത് ഇന്നലെ വൈകിട്ടും വെളുപ്പിനെയൊക്കെ ആയിട്ട് വല ഇട്ടപ്പോഴും വൈകിട്ടും പിന്നെ രാവിലെ നമ്മൾ വലിച്ചപ്പോഴും കിട്ടിയ മീനായിരുന്നു. ഇതിനകത്തൊരു 3-4 വരാൽ നമ്മുടെ കൂടിനകത്ത് കിട്ടിയതുണ്ട്. ബാലൻസ് മൊത്തം നമ്മുടെ വലക്കകത്ത് കിട്ടിയ മീനാണ്. ഉണ്ടോ? ഇതെല്ലാം ചത്തുപോയി. ഇത് ചത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എല്ലാം ഇല്ല, 2 എണ്ണം ചത്തിട്ടുണ്ട്. കാരണം നമ്മളിതിൻ്റെ കൊമ്പൊടിച്ചായിരുന്നു വൈകിട്ടേ. ഇതുണ്ടോ കൊമ്പൊടിച്ചായിരുന്നു, അതാ ചത്തു പോകാൻ ചാൻസ് എനിക്ക് തോന്നുന്നു. അസുഖം ചത്തിട്ടുണ്ട്. ഇത് 2 എണ്ണം ചത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ചാക്കിനകത്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവൻ ചെറിയ ചാടി നമ്മുടെ ഇടപാട് ചെയ്യും. പെറുക്കി